ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പുതിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ആലുവ ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മ ആലുവ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പട്ടിണിക്കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചു. ഇന്നലെ ഇറങ്ങിയ സർക്കുലറിലെ നിർദ്ദേശങ്ങളും സർക്കുലർ പിൻവലിക്കും വരെയും ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവ നടത്താതെ ബഹിഷ്കരണം തുടരുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ 9 ലക്ഷത്തോളം അപേക്ഷകരാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നത്. പുതിയ പരിഷ്കരണത്തിലൂടെ ഇവർക്ക് എന്ന് പരീക്ഷ നടത്താൻ ആകുമെന്നതിൽ വ്യക്തതയില്ല. സർക്കുലറിലെ ഇളവല്ല, സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് 13-ന് സെക്രട്ടേറിയറ്റിലേക്ക് സംയുക്ത സമരസമിതി മാർച്ചും ധർണയും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ അപേക്ഷകന്റെയും ഡ്രൈവിംഗ് സ്കില്ലിലെ ആദ്യ പരിശോധന ഗ്രൗണ്ടിലെ എച്ച് പരീക്ഷയാണ്. ഇതിന് പകരം കൊണ്ടുവന്ന പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത് ഫീസ് അടപ്പിച്ച് സർക്കാരിന് സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടിയാണെന്ന് സമരസമിതി ഭാരവാഹികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളായി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നടത്തി വന്നിരുന്ന സമരത്തിന്റെ 6ാമത്തെ ദിവസമാണിന്ന്. ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്ന 9 ലക്ഷത്തോളം അപേക്ഷകർക്കും ഇനി അപേക്ഷിക്കാനിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ട് പൊതുജനം കണക്കാക്കേണ്ടതാണ്. നിലവിൽ ഈ 9 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോൾ തന്നെ അത് തീർപ്പാക്കാതെ പുതിയൊരു അശാസ്ത്രീയമായ, ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത, പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സർക്കുലറുമായാണ് സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കില്ല. ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. വരുന്ന 21-ാം തീയതിയാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിഗണിച്ച് അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നത് വരെയോ അല്ലെങ്കിൽ സർക്കാർ ഈ സർക്കുലർ പിൻവലിച്ച് പോകുന്നത് വരെയോ കേരളത്തിൽ ഒരിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകും. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. പൊതുസമൂഹം ഇത് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകണമെന്ന്. പരിഷ്കരണത്തിന് തങ്ങൾ എതിരല്ല, എന്നാൽ ആവശ്യമായ പഠനം നടത്താതെയുള്ള പരിഷ്കരണത്തെയാണ് എതിർക്കുന്നത്. ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ അപാകത കൊണ്ടാണ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതെന്ന് റോഡ് അപകടങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരു ഏജൻസികളും റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ആലുവ.